നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിൻഡോ തേലപ്പള്ളി. വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സബ്ബാർ എന്ന് പറയുന്ന മാൾട്ടയുടെ ഒരു മുഖ്യമായ ലൊക്കേഷനിലെ പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. ഇന്നിവിടെ ഒരു മനോഹരമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. മാൾട്ടയിൽ മലയാളികളുടെ ഒരു വിവാഹ കാഴ്ച കണ്ടാലോ? അപ്പോൾ ആ കാഴ്ചയാണ് ഇന്നത്തെ വളരെ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ ഷൈൻ, മിലാന എന്നിവരുടെ വിവാഹം ഇപ്പോൾ നമ്മുടെ സബ്ബാർ പള്ളിയിൽ വെച്ച് നടക്കുന്നു. അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കൊറോണ എന്നൊരു പ്രശ്നം ലോകത്തിൻ്റെ എല്ലായിടത്തും പല എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ സാഹചര്യം പോലും നമുക്ക് വളരെ ലളിതമായ സാഹചര്യത്തിലേക്ക് നമ്മളെ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കളെല്ലാം ലൈവായിട്ടാണ് നാട്ടിൽ നിന്ന് അവർ ഈ വിവാഹ ചടങ്ങ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ആഘോഷം മാൾട്ടയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച അവതരിപ്പിക്കാൻ നമുക്കും ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ വേറെ സമയം കളഞ്ഞില്ല, കൂടുതലായിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മാൾട്ടയിൽ വെച്ച് നടക്കുന്ന മലയാളികളുടെ മനോഹരമായ ഒരു വിവാഹ കാഴ്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ഷൈൻ ജോണിനെയാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഷൈൻ, അപ്പൊ എന്താണ് നമ്മുടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് തുടങ്ങി കുറിക്കുന്ന ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. തീർച്ചയായും ഒന്ന് ഷൈൻ എന്ന് പരിചയപ്പെടുത്തിയ പറഞ്ഞു ആദ്യം തന്നെ. എൻ്റെ പേര് ഷൈൻ ജോൺ, ഞാൻ പാലക്കാട് നിന്നാണ്. ഞാൻ മാൾട്ടയിൽ ഒരു 3 വർഷത്തിൻ്റെ അടുത്തായി. 3 വർഷമായിട്ട്? 3 വർഷമായി. സന്തോഷം. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ പാർട്ട്ണർ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. ബൈ ഗോഡ് ഗ്രേസ്. അപ്പോൾ കല്യാണം നാട്ടിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് നടത്താമെന്നായിരുന്നു പ്ലാൻ. ആ ടൈമിലായിരുന്നു കൊറോണ ഭയങ്കരമായിട്ട് ഹൈപ്പായത്. നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കേസ് പിന്നെ തിരിച്ച് മാൾട്ടയിൽ വെച്ചിട്ട് നടത്തിയാലോ എന്നായി. അപ്പോഴത്തേക്കും ഇന്ത്യയിൽ കുറഞ്ഞു. പിന്നെ അങ്ങോട്ട് മാറ്റിയാലോ എന്നായി. പിന്നെ മൊത്തത്തിൽ അവസാനം പ്ലാൻ ഇവിടെ വെച്ച് നടത്തണം. കാരണം എൻ്റെ ഫാമിലീസ് മൊത്തം പുറത്താണ്. പപ്പയായാലും അമ്മയായാലും എൻ്റെ ബ്രദറായാലും ഒക്കെ പുറത്താണ്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല എൻ്റെ വൈഫിന് ഇപ്പോൾ UK എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അവളിപ്പോൾ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതൊരു സീരിയസ് കേസാണ്. അത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ബ്രദറായാലും ഫാദർ മദറായാലും അവർക്കൊന്നും എയർപോർട്ട് ലോക്കായതുകൊണ്ട് വരാൻ പറ്റുന്നു. അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തു മാൾട്ടയിൽ വെച്ചിട്ട് കല്യാണം. അങ്ങനെ മാൾട്ടയിലെ ഒരു മലയാളി കല്യാണം ഇവിടെ സാധ്യമായി. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു ത്രില്ലിലാണ്. അയ്യോ, അപ്പൊ നമ്മള് വരനെ നമ്മള് എന്തായാലും പരിചയപ്പെട്ടു. വധു ഉണ്ട്, അപ്പൊ ആളെ കൂടെ നമുക്ക് ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യമായ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മണവാട്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ വരനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. എന്താണ് മണവാട്ടി ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞേ. ഹായ്, എന്റെ പേര് മേരി മിലാന ജോയ്. ഞാനൊരു 4.5 കൊല്ലമായി മാൾട്ടയിൽ എത്തിയിട്ട്. ഞാനൊരു നഴ്സാണ്. സെന്റ് വിൻസെന്റ്സ് റെസിഡൻസ് SVPR എന്ന് പറഞ്ഞ ഒരു ജീഡിയാട്രിക് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടില് ഞാൻ എറണാകുളത്താണ്. എറണാകുളത്ത് ആലുവയിലാണ് എന്റെ വീട്. ഇപ്പൊ വിവാഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് അത് നമുക്ക് പാരന്റ്സ്, നമ്മുടെ ബന്ധുമിത്രാദികള്, നാട്ടുകാര്, അവരൊക്കെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായിരുന്നു നാട്ടിലായിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ അത് മിസ് ചെയ്യുന്നില്ലേ? തീർച്ചയായും എങ്ങനെയാണ് നിങ്ങളത്? തീർച്ചയായും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ തന്നെ അവരൊക്കെ എങ്ങനെ നിങ്ങളത് അറേഞ്ച് ചെയ്യുന്നത്? ലൈവ് വീഡിയോ ഒക്കെയാണോ പോകുന്നത്? ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഫ്രണ്ട്സ് വീഡിയോ എടുത്തിട്ട് അവർക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അവരെല്ലാരും ഇപ്പൊ മൊബൈലിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലോ എല്ലാവരും പറയുന്നത് നിങ്ങളിപ്പോ ഇല്ലാന്ന് വെച്ച് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ ഒരുപാട് നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാർ ഇവിടെ സപ്പോർട്ടായിട്ടുണ്ട്. അപ്പൊ ആ സൗഹൃദത്തിലെ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ വളരെ കളർഫുൾ ആയിരിക്കും. അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾക്ക് ഇനി തുടർന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു അഭിനന്ദനങ്ങൾ നേരാണ്. താങ്ക് യു സോ മച്ച്.
very important that when people are in distress, they can look for help to the mates, to the friends, so that they will continue their life together. This is what we would like to offer you, that Holy Spirit which they receive when they were baptized, when they confirm, but also which we receive every day. Let us pray for Him, let us pray Him to be with us every day of our life. Now we stand. Shine and Melania, you have come together in this church so that the Lord may see and strengthen your love in the presence of the church's minister and this community. Christ abundantly blesses His love. He has already consecrated you in baptism, and now He enriches and strengthens you by a special sacrament, so that you may assume the duties of marriage in mutual and lasting fidelity. And so, in the presence of the Church, I ask you to state your intentions. Shine and Melania, have you come here freely and without reservation to give yourselves to each other in marriage? Yes, we have. Will you love and honor each other as husband and wife for the rest of your lives? Are you ready to accept children lovingly from God and bring them up according to the law of Christ and His Church? Since it is your intention to enter into marriage, join your right hands and declare your consent before God and His Church. I, John, take you, Diana, to be my long-term wife. You have and do what you step forward for better, for worse, for richer, for power, sickness, and in health. You love and you cherish and that was fun. Milana, take you to my lawful. I take you, Shine, to be my lawful better husband, and have and to hold from this day forward, for better, for worse, for richer, for poorer, in sickness and in health, to love and to cherish until death do us part. You have declared your consent before the Church. May the Lord in His goodness strengthen your consent and fill you both with His blessings. What God has joined, men must not divide. Which we bless in your name, grant that those who were there may always have a deep faith in each other. May they do your will and live together in peace, goodwill and love. We ask this through Christ our Lord. Amen. Then, take this day as a sign of my love and fidelity. In the name of the Father, and of the Son, and of the Holy Spirit. Take this ring as a sign of my love and fidelity. In the name of the Father, and of the Son, and of the Holy Spirit. Let us pray that God in His mercy may grant the blessings of His grace
As he has brought them together in the holy bond of marriage, may he also make them as one heart together in the love of Jesus Christ our Savior. Amen. Now we will put the chain on Melana's chest. We are present here today in front of the blessed effigy of Our Lady of Divine Grace, which is crowned in front of us. Let us salute Our Lady and keep her as a model for us. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners. Pour out your grace on these your servants, shining Melana, that coming together before the altar today, they may be confirmed in love for one another. Through our Lord Jesus Christ, our Son, who lives and reigns with you, in the unity of the Holy Spirit, one God, forever and ever. Receive in your kindness, Lord, the offerings you bring in gladness before you, and in your fatherly love, watch over these two, whom you have joined in a sacramental tie. And may Almighty God bless all of you who are gathered here, so that you will be fruitful and be blessed by future generations. This we ask in Christ our Lord. Amen. വിശുദ്ധ ബലിയിലെ നമ്മുടെ വിവാഹത്തിൻ്റെ തിരുക്കർമ്മങ്ങളുടെ ഏറിയ ഭാഗവും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ഈ കുർബാനയുടെ വളരെ സജീവമാക്കിയത് ഇതിൻ്റെ ഗായക സംഘത്തിൻ്റെ ഒരു മികവ് വളരെ പ്രത്യേകതയായിട്ട് തോന്നി. ഇപ്പം നമ്മൾ വിഷ്വലിൽ കാണുന്ന പോലെ ഈ പള്ളിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ അതിൻ്റെ ബാൽക്കണി മോഡിലാണ് അതിൻ്റെ ഗായക സംഘം നിലകൊള്ളുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ വിഷ്വൽ എന്താണ് അതിൻ്റെ കൂടുതൽ ലൈവായിട്ടൊന്നുകൂടി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഇത് മുകളിലേക്ക് ഒരു പിരിപിരിയൻ സ്റ്റെപ്പാണ്. കൃത്യം ഒരാൾക്കോ അല്ലെങ്കിൽ ചെറിയ രണ്ട് പേർക്കോ കയറി പോകാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ മുകൾ ഭാഗത്ത് എത്തിച്ചേരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് പേരാണ്. ഒരാൾ നമ്മുടെ ഓർഗൺ വായിക്കുന്നു, ഒരാൾ സിങ് ചെയ്യുന്നു. ആ ആൾക്ക് പ്രത്യേകമായിട്ട് മൈക്കൊന്നുമില്ല. ആളുടെ അത്രയും ലൗഡ് വോയിസിലാണ് പാട്ട് നമുക്ക് അവിടെ താഴെ നിന്ന് പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്.
പിന്നെ ഈ ഓർഗണിന് വളരെ എന്തോ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും സൗണ്ട് നമുക്ക് എത്തുന്നത്. നമുക്കത് അവരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. I am Dr. Romina Morrow. I've been an organist here for quite some time. I don't just play here, but I play different organs around the island. So here we have Tamburini organ. The manufacturing company was founded in about 1893. It's quite a popular manufacturing company. So in this case, we have in Messina, we have Tamburini organs all around the world. In this case here, in the parish of Zabar, at Our Lady of Graces, we have this lovely organ. Well, it needs to be tuned at the moment, but well, it's serving its purpose. Here we have 2 manuals and a pedal board. Okay, this is called a pipe organ. In fact, we have all the pipes up here. You can see them. Okay, this is why we call it a pipe organ. And there is electric transmission, so that we have a flow of air, and it should never stop. So it is helped electronically as well. Thank you. Hello, I'm Doreen Camilleri from Zabar. I am the soprano who, with pleasure, I sang this wedding. It was a great occasion for me. This is Romina, one of the best organists on the island of Malta. Anyway, nice to meet you. It's a very good pleasure to hearing this lovely music. Hope And you congratulations from all of us. Okay. Thank you. Thank you. Thank you very much. My name is Father Evan Caruana. I'm the Archpriest of this parish dedicated to Our Lady of Divine Grace. I would like to congratulate Shine and Melana on this wedding day. They've been preparing for it. I know that, they've been preparing for it very seriously, because they love the Lord Jesus Christ. And I was very glad to perform this wedding today, because this new couple, they love Jesus and they are spiritually prepared. Let us pray for them, and let us sustain them with our prayers and even with our friendship, so that the unity in the Lord will last forever. How is your experience, Father, from a different culture, marriage? It is a different culture, but I'm used to say Mass in English for the foreigners here in this church. But it was my first experience to perform this wedding for foreigners. As to Indians. Okay. It's a different culture, but I was very glad to experience it. Thank you, Father. Thank you. Thank you very much. Thank you. My name is Tonio, and I'm in this wedding, in my first experience as an Indian wedding. I'm Maltese, and I would like to congratulate Milana and Shine for a successful future, which brings lots of happiness and longevity. Violet from Serbia. I'm Alexander from Serbia. We are first time in Catholic Church for Indian wedding day. I'm experiencing it's beautiful. I see first time that, and it's very, very nice. Yes, but need to go in India or Indian wedding. See that? But maybe. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ നവവധൂവരന്മാർക്ക് പ്രത്യേക ആശംസകൾ നേരാണ് നമ്മുടെ ചാനലിന്റെ വകയായിട്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മള് വിവാഹത്തിന്റെ മുഖ്യമായിട്ടുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ റിസപ്ഷനിലേക്കല്ല പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ എത്ര പേരുടെ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തത്? 50-60 പേരുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്
കോവിഡിന്റെ എല്ലാ പ്രോട്ടോകോളും നമ്മൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ചടങ്ങുകൾ രണ്ടുപേരും മാസ്ക് ഇട്ടില്ല, കാരണം മേക്കപ്പ് പോയാലോ ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഹാളിന്റെ അകത്ത് കൂടുതൽ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പൊ റിസപ്ഷന്റെ കൂടുതൽ വിഷ്വൽസ് മനോഹരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് ബൈ. Ladies and gentlemen, let's welcome our beloved couples, Vikram, Milana, and the beautiful bride, Shaheen. Please come Milana to the stage. Only cheer me up. Pray to the Almighty to keep their life as happy and charming as they are now. As per the Holy Bible in the book of Genesis, we are read, the Lord God said, "It is not good for man to be alone. I will make a helper suitable for him." Dear Shaheen and Milana, you are here not because of you met once and fell in love, never because of your family and parents linked each other. It's purely the plan of Almighty God. On this lovely occasion, on behalf of everyone gathered here, I wish you all the success and rocking life together. Wish you all the best, both of you. Thank you. Everyone can be seated here, please. So, ഇവരുടെ പാരന്റ്സ് ഒന്നും വരില്ല. സോ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് ഇവരുടെ മാരേജ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയത്. സോ എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവർ രണ്ടുപേരും ഇവരുടെ പാരന്റ്സിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്കും അറിയാം, നമ്മളെല്ലാവരും ഇവരുടെ പാരന്റ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. We all miss. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എല്ലാവർക്കും അറിയാം, നമ്മളെ എത്തിപ്പെടുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇവരെ ഹാപ്പിയാക്കി എല്ലാവിധ ആശീർവാദങ്ങളും കൊടുത്ത് അനുഗ്രഹിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നൽകാം. As a formality, let me introduce the bride and groom. To start with our groom, Mr. Shaheen, he's an engineer and working in Playmobiles. And his father, Mr. John Devasia, and mother, Mrs. Rani John, both are settled in Kuwait. He got two siblings, Shaheen John, who is working in New Zealand, and Shogun John, who is working in Dubai. Also, we know Milana. She's a nurse working in St. Vincent de Paul, and her father, Mr. Joy Joseph, and her mother, Lali Joy, settled in Kerala, Alua. She got one brother, Kiran Anthony Joy, also in Kerala.
he is my nursing officer. We are like working for the past 8 months now. Like we are working in St. Vincent's Residence, and he is a wonderful person that I have been never seen in my professional life. He is Mr. Tony Upach. Thank you very much. I would like to congratulate both Milana and Shine. A life full of happiness, full of anything that they deserve for. Every wedding I tend to always take me back to my wedding 31 years ago. So I do hope that the love and happiness I had myself throughout these 31 years, and I hope that I will keep receiving and giving. You will go through the same path for a successful future and a wonderful family. Thank you. മറുനാട്ടിലാണെങ്കിലും നമുക്ക് ഒരു വിവാഹത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഇതുവരെയുള്ള ഓരോ നിമിഷങ്ങളും നിങ്ങൾക്കായിട്ട് നമുക്കത് കാണാൻ സാധിച്ചു. ഇപ്പം വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാനും വന്ന് ആദ്യം ഇത് എവിടെയുള്ളതെന്ന് അന്വേഷിച്ചപ്പോൾ അതേ കണ്ടു. നമ്മുടെ സ്വന്തം അപ്പമാണ് ആദ്യം കാണുന്നത്. അപ്പത്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഇവിടെ സ്റ്റൂ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഫ്രൈഡ് റൈസ്, ഒപ്പം ചില്ലി ചിക്കൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇതേ ഇവിടെ കപ്പ ബിരിയാണി ഇരിക്കുന്നു. ഒപ്പം സൈഡിൽ ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ ഓൺ ഗോയിങ് ആണ്. പാർട്ടി അതിൻ്റെ മൂഡിലോട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഫുഡിൻ്റെ സെക്ഷൻ അവർ ആസ്വദിക്കുന്നു. എല്ലാവർക്കും ഇനി ഒരു പാർട്ടിയുടെ ഫുഡ് സെക്ഷനിലോട്ടാണ്, കാറ്ററിംഗ് സെക്ഷനിലോട്ടാണ് ഇനി കാണുന്ന വിഷ്വൽസ്. നമ്മുടെ കോവിഡ് പ്രോട്ടോകോളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കല്യാണം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ കല്യാണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട്. പക്ഷെ അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് ഒരു ബെറ്റർ മിസ്സിംഗ് ആണ്. എന്താ പറഞ്ഞാല് ഷൈൻ്റെ അനിയൻ പാരന്റ്സും എല്ലാവർക്കും അതിന്റെ ഷൈൻ്റെ അച്ഛനും അമ്മ, പിന്നെ നമ്മുടെ ഷൈൻ്റെ വൈഫിന്റെ അച്ഛനമ്മ, അവരുടെ സിബ്ലിങ്സ്, അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് മലയാളികളുണ്ട്. പരിപാടി നമ്മുടെ കല്യാണം ആദ്യമായിട്ട് ഒരു കൂടുതൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവരോട് ചോദിക്കാം നമ്മുടെ എങ്ങനെയുണ്ട് മാൾട്ടയിൽ കല്യാണം കൂടെ എക്സ്പീരിയൻസ്. അത് പേര് പറഞ്ഞു എവിടെ വർക്ക് ചെയ്യുന്നത് പറയാനുണ്ടോ? അപ്പൊ മനസ്സിലാവും. ഹായ്, ഞാൻ ആൽമി. ഞാൻ വർക്ക് ചെയ്യുന്നത് മെട്രോടെക് ഹോസ്പിറ്റൽ. ഹായ്, ഞാൻ മീര. ഞാനിവിടെ ദാർ തൽക്ലിയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഹായ്, ഞാൻ ബിൻസി. ഞാൻ ബോർമുള ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് വലിയ സന്തോഷം തോന്നി. കൂടാൻ വേണ്ടി വളരെ സന്തോഷം തോന്നി. നാട്ടിൽ പോലെയാണ് നമുക്കെല്ലാം തോന്നി. എല്ലാം മലയാളികൾ വളരെയധികം സന്തോഷം തോന്നി. ഒത്തിരി ശേഷമാണ് ഒരു കല്യാണം ഇതുപോലെ കൂടാൻ പറ്റുന്നത്. അത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. അധികം പേരെ ഒന്നിച്ചു കൂടിയിൽ തന്നെ വളരെയധികം സന്തോഷം. എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി. വളരെയധികം പേരെ പരിചയപ്പെടാൻ കിട്ടി. ഇവിടെ തന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചേച്ചിയെ പരിചയപ്പെട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നി. അത് ഇപ്പം ശരിക്കും നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് മാരേജ് ആണ് ഇവിടെ മാൾട്ടയിൽ. ശരിക്കും 2-3 വർഷമായി ഒരു മാരേജ് ഫംഗ്ഷൻ കൂടിയിട്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആംബിയൻസും കാര്യങ്ങളും പള്ളിയിലാണെങ്കിലും എല്ലാം വളരെ ഗ്രാൻഡായിരുന്നു. എല്ലാം വളരെ മനോഹരമായിട്ട്. അപ്പൊ ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടണ്ടേ? ആദ്യമായിട്ടൊരു കല്യാണം കൂടി എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എല്ലാവരും നല്ല സന്തോഷം. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ദിവ്യ. ഞാൻ SVPR വർക്ക് ചെയ്യുന്നു. SVPR ടീമാണോ നിങ്ങളപ്പോ? ഓക്കെ, പേര് പറയും. റോസ്. അപ്പൊ എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു കല്യാണ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്? ഇവിടെ ഇങ്ങനെ ഒരു കല്യാണം നാട്ടിൽ സെറ്റപ്പിലേക്ക് കൂടാൻ പറ്റുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊളിയെനിക്ക് യു കെയിലേക്ക് പോകണം. അതിന് മുന്നേ
ഒരു കല്യാണം ശരിയായി. അപ്പോൾ നാട്ടിൽ പോയിട്ട് നടത്തി പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ എല്ലാം മനോഹരമായിട്ട് നാട്ടിലൊരു കല്യാണം നടത്തുമ്പോൾ സെയിം സെറ്റപ്പിൽ തന്നെ ഇവിടെ എല്ലാം. നിങ്ങളെ ഫുഡ് കഴിച്ചാണോ? കഴിച്ചിട്ടില്ല, അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോണുള്ളൂ. ഇവിടെ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് തന്നെ. അതെ അതെ, വെയിറ്റ് ചെയ്യണമല്ലേ. അപ്പൊ എൻജോയ് ചെയ്യും. ഓക്കെ, താങ്ക് യു. മാൾട്ടയിലെ മലയാളികളുടെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അവിടെ എന്താ പറയുന്ന ഒരു പ്രൊഫഷണലിസം ക്യാമറയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സുപരിചിതമായ മുഖമാണ് നമ്മുടെ സ്വന്തം റോബിള്, അതേതോടൊപ്പമുള്ള സൂരജ്. അപ്പൊ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഈ വെഡിങ്ങിന്റെ പിന്നിലും അതിന്റെ ക്യാമറ ചെലുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടല്ലേ നമ്മളൊരു മാൾട്ടയിൽ കല്യാണം കൂടി കേട്ടോ? കല്യാണം ബാക്കി മലയാളിയുടെ പങ്കെടുക്കാൻ പറ്റിയ തീർച്ചയായിട്ടും. എന്താ ഒരു എക്സ്പീരിയൻസ്? പുള്ളിനെ പറ്റി പറയാറുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വീഡിയോ ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിലും ഒരുപാട് സേവ് ദ ഡേറ്റ്സ് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളിങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നതെന്നുള്ളൂ. വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഒരു ലാളിത്യത്തിന്റെ മുഖമായിട്ട്, പക്ഷെ വളരെ ബുദ്ധിയും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും കാര്യങ്ങൾ അടിപൊളിയാക്കി പ്രത്യേക അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ പരിപാടിയിൽ വന്ന എല്ലാവർക്കും തന്നെ ഒരു വളരെ അഭിപ്രായം പറഞ്ഞൊരു കാര്യമാണ് ഈ ആംബിയൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു വേറെ നാട്ടിൽ വന്ന ഒരു കല്യാണ പരിപാടി കൂടിയപ്പോൾ അതിൽ ഈ ആംബിയൻസ് ഒരുക്കിയതിൽ മുഖ്യമായ പങ്കുവച്ചവരാണ് രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ ഇതിലേക്ക് എത്തപ്പെടുന്നതും ഈ ഇതിന്റെ ആകത്തൊക്കെ ഒരു ആദ്യ കല്യാണ എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെ നിങ്ങളുടെ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു അത് പറയാത്? ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ മൂന്നാല് പേരുണ്ട്. ബാക്കിയുള്ള തിരക്കാണ് അവിടെ. ഓക്കെ, ഞങ്ങൾ ഒത്തിരി ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്, പള്ളിക്ക് വേണ്ടിയും MMA-ക്ക് വേണ്ടിയൊക്കെ. പക്ഷേ മാൾട്ടയിലെ പൊതുവായിട്ടുള്ള പരിപാടികളുടെ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളാണ് കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടി ഒരു പ്രൊഫഷണൽ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് ഒരു നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ എന്തെല്ലാം പരിപാടികൾ ഇപ്പൊ മൊത്തം ചെയ്തിട്ടുണ്ട്? ഡെക്കറേഷൻ, സ്റ്റേജ്, അതായത് ഫുഡ് കൊണ്ടുവന്നത് പുറത്തുനിന്നാണ്. ബാക്കിയെല്ലാം എല്ലാ പരിപാടിയും നമ്മളാണ്. ഇതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പം നിങ്ങളുടെ ഫുഡ് മാൾട്ടയിലുള്ള മറ്റു സുഹൃത്തുക്കൾക്കും അപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഏത് സമയത്ത് വെളിപ്പുറത്തുള്ള സുഹൃത്തുക്കളാണ്, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആണ് ഇത് കേട്ടോ. തീർച്ചയായിട്ടും പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം, എന്തിനും ഏതിനും. അതെ. നാട്ടിൽ വെച്ചാണ് ഒരു പരിപാടി നമ്മൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മാരേജ് പോലുള്ള ഒരു ചടങ്ങ് നടത്തുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ ഒരു തരണം ചെയ്ത് ഈ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു? എങ്ങനെയാണ് ഇതിന്റെ സപ്പോർട്ടൊക്കെ കിട്ടിയത്? ഇപ്പൊ പേപ്പർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തു. അത് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മുടെ എല്ലാ പേപ്പറും ഡൽഹി പോയി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ നമ്മളിവിടെ ചർച്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യം സിവിൽ മാരേജ് നടത്തണം. സിവിൽ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രജിസ്റ്റർ മാരേജ്, അത് ഇവിടുത്തെ ഗവൺമെന്റ് അതിനുവേണ്ടി നമ്മുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കണം. അത് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആ കടമ്പയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ചർച്ച് മാരേജിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ചർച്ച് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബിഷപ്പ് കൂറിയാന്ന് പറയും, ബിഷപ്പിന്റെ നമ്മൾ അനുമതി വാങ്ങണം, അപ്രൂവൽ കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാമോദിസ, സ്ഥൈലേപൻ, മാതൃകുർബാന ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം അത് വീണ്ടും ഇവിടെ കൊടുക്കണം. അതെല്ലാം കൊടുത്തു. കുറെ നല്ല സുഹൃത്തുക്കൾ വഴി സാം, അലക്സ്, അങ്ങനെ അരുൺ, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ആണ് ഞങ്ങളുടെ കല്യാണം എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സ്. അപ്പൊ ഈ ഒരു കടമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അത് ഞങ്ങളുടെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എന്ത് ചെയ്യും? ഈ 50-60 പേരെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഹോളെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഫ്രണ്ട്സ് വരുമോ എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ഫ്രണ്ട് സാം വഴി, അരുൺ വഴി, അങ്ങനെ ഓരോ ഫ്രണ്ട്സ് വന്ന്, പിന്നെ ഡിൻഡോ, അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കാര്യമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ ഒരു മാരേജിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവരെല്ലാം ആ എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം അവരാണ് ചെയ്തതെന്ന്. അവർക്ക് കാര്യമായിട്ട് പറയാം. അവർക്ക് ഈ നമ്മുടെ പള്ളിയിലെ ചർച്ചിന് മാസത്തിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കാര്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ മാരേജ് അവർ കണ്ടിട്ട് അവരെല്ലാത്തിനും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട് ഹാളും ഡെക്കറേഷനും ഫുഡും എല്ലാം അവരായിരുന്നു മൊത്തത്തിൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും.
ഒരു ആഘോഷമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് മാൾട്ടയിൽ ഒരു വിവാഹം അതിൽ പങ്കെടുക്കുന്ന ഒരു വിഷ്വൽസ്, അത് പ്രത്യേകിച്ച് ഒരു മലയാളികളുടെ മാൾട്ടീസാരുടെ ഒരു ചടങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മലയാളികളുടെ ഒരു ചടങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാനും സാധിച്ചെന്ന് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനലിന്റെ പേരിലും. അപ്പൊ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? ഒരുപാട് പേര് സഹായിച്ചു, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട്. അല്ലെങ്കിൽ ഇതൊരിക്കലും ഇങ്ങനെ ആവാൻ പറ്റത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് സാം, അരുൺ, ഡിൻഡോ, അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചു. ഇല്ലെങ്കിൽ ഈ ഒരു മാരേജ് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പാരൻസും ഫാമിലീസും കൂടെ ഇല്ലാത്തതിൽ. കാരണം ഞാൻ ഒരു മൂത്ത മോനാണ് എൻ്റെ വീട്ടിലെ. അപ്പോൾ അറിയാലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.